ഏറ്റവും ഉയരമുള്ള ബ്രിഡ്ജിന്റെ മുകളിലാണ് ഇപ്പോൾ ഉള്ളത്. ഇത് 500 മീറ്റർ ആണ് അവിടെ തൊട്ട് ഈ അറ്റം വരെ. 1/2 കിലോമീറ്റർ ആണ് ഈ പാലത്തിന്റെ ലെങ്ത്. ഇത് താഴെ ഒഴുകണ റിവറിൽ ഒരു 200 മീറ്ററോളം ഹൈറ്റിലാണ് നിൽക്കുന്നത്. ശരിക്കും പേടിയെന്ന് പറഞ്ഞാൽ മുട്ട് വിറയ്ക്കും. ഉയരം പേടിയുള്ളവരൊക്കെ ആണെങ്കിൽ പിന്നെ ഇങ്ങോട്ട് വരണ്ട. അമ്മ അതിലൊരു സംഭവം. ഇതിങ്ങനെ ആടുന്നുണ്ട് കാറ്റത്ത്. സംഗതി ഇരുമ്പൊക്കെയാണ്, പക്ഷെ വൻ ആ അറ്റം തൊട്ട് ഇപ്പുറത്തെ അറ്റം വരെ 1/2 കിലോമീറ്റർ. ഇവിടെ മഴ പെയ്ത് തുടങ്ങുന്നുണ്ട്. ഞാൻ പതുക്കെ അങ്ങോട്ട് നടക്കുക. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി അപ്പൊ 1 കിലോമീറ്റർ നടക്കണം. വണ്ടി ഇറക്കി തേക്കുന്നത് ഒരറ്റത്താ. ഇതായി നടക്കുമ്പോൾ തന്നെ നമുക്ക് തല കറങ്ങി തുടങ്ങും. ഇത് ചെറിയൊരു ആട്ടമുണ്ട്. പിന്നെ താഴോട്ട് നോക്കുമ്പോ അടിയിൽ പുഴ, മറ്റേ ലോറിയൊക്കെ ഏതാണ്ട് കടുക് മണിയുടെ സൈസിലാണ് കാണുന്നത്. താഴെ കൺസ്ട്രക്ഷൻ വർക്കിന് വരെ ലോറികൾ എടുക്കുന്നുണ്ട്. കടുക് മണിയിൽ എത്ര മറ്റേ ഹോട്ട് വീൽസ് ഇല്ലേ, അതിനേക്കാളും ചെറിയ സൈസിലെ ലോറിയൊക്കെ. ശരിക്കും പേടിയാ ഉയരം പേടിയുള്ളവരാണെങ്കിൽ. സംഗതി ഒരു മസ്റ്റ് വിസിറ്റ് ആണ് ഇവിടെ നേപ്പാൾ വന്നു കഴിഞ്ഞാൽ. ഇത് നേപ്പാളിലെ തന്നെ ഏറ്റവും ഹയസ്റ്റും ഏറ്റവും ലോങ്ങസ്റ്റും സസ്പെൻഷൻ ബ്രിഡ്ജാണ്. ലോകത്തിലെ ഇത് തേർഡാണ്. 2021 വരെ ഇതായിരുന്നു ലോകത്തിലെ ഏറ്റവും വലുത്. പിന്നെ അതിനുശേഷം 2 നേരം പണിതിട്ടുണ്ട്. ഞാനിപ്പോ ഈ അറ്റം വരെ നടക്കുക. നടന്ന് കാലി കഴിക്കും. അത്രയും ദൂരം ഉണ്ട് നടക്കാൻ. നമ്മളൊരു സ്കൂട്ടർ ഇവിടുന്ന് റെന്റ് എടുത്തിട്ടുണ്ട്. അതിലാണ് നമ്മൾ ഇവിടുത്തെ ഒരു അത്ഭുത നിർമ്മിതിയായ ആ പാലം കാണാൻ പോകുന്നത്. നമ്മുടെ നാട്ടിലെ മൂന്നാറൊക്കെ പോലെയുള്ള ഒരു ലാൻഡ്സ്കേപ്പ് ആണ് ഈ ഏരിയ മൊത്തം. കാണാൻ നല്ല രസമാണ്. നിറയെ പച്ചപ്പും കൊച്ചു കൊച്ചു വീടുകളും ഒക്കെയുള്ള ഗ്രാമങ്ങളാണ് ചുറ്റും. ഒരു 10-60 കിലോമീറ്റർ ദൂരം പോകാനുണ്ട്. അത് ഫുള്ള് ഞാൻ ഈ വണ്ടി ഓടിക്കണത് കാണിക്കുന്നില്ല. നേരെ നമുക്ക് ലൊക്കേഷനിലേക്ക് പോവാം. അതിനു മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. ഇന്ത്യക്ക് അകത്തും പുറത്തും നിങ്ങളുടെ ബക്കറ്റ് ലിസ്റ്റിലുള്ള സ്ഥലങ്ങളിലേക്ക് ഒരു പാക്കേജിന്റെ സഹായമില്ലാതെ കുറഞ്ഞ ബഡ്ജറ്റിൽ സ്വന്തമായി യാത്രകൾ പ്ലാൻ ചെയ്തു പോകാൻ നിങ്ങളെ സഹായിക്കുന്ന ഓൺലൈൻ ഗൈഡാണ് നമ്മുടെ ചാനൽ. യാത്രകളെ ഇഷ്ടപ്പെടുന്നവരും സ്വന്തമായി പോകുന്നതിന്റെ ത്രില്ലും ഫ്രീഡവും അനുഭവിക്കാൻ താല്പര്യമുള്ളവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ദേ ആ പോകുന്ന പുഴ കണ്ട. ഈ പാലത്തിലൂടെ ആ പുഴ കടന്ന് അപ്പുറം പോകണം. ഭീമം പുഴയാണ്. ഇതിപ്പോ മഴക്കാലം അല്ലാത്തതുകൊണ്ട് വെള്ളം കുറവാണ്. മഴക്കാലമൊക്കെ ആണെങ്കിൽ ഈ പുഴയുടെ ഭാവം ഇങ്ങനെ ആയിരിക്കില്ല. ഞാനിവിടെ വണ്ടി നിർത്തിയതിന്റെ മെയിൻ കാരണം അതല്ല. ഇവിടെ നിന്നാൽ നമ്മൾ പോകാൻ പോകുന്ന ആ പാലത്തിന്റെ വ്യൂ കാണാം. ഞാനിങ്ങനെ പറഞ്ഞ് ചുമ്മാ വീഡിയോ കാണിച്ചാൽ നിങ്ങൾക്ക് കാണുന്നുണ്ടാവില്ല. ദേ ആ 2 മലകൾ കണ്ട. അതിന്റെ താഴ്വാരത്തിലൂടെയാണ് ഈ പുഴ ഒഴുകുന്നത്. ആ 2 മലകളെ കണക്ട് ചെയ്ത് ഒരു നൂല് പോലെ കിടക്കുന്നത് കണ്ട. അതാണ് നമ്മൾ പോകാൻ പോകുന്ന ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള ഏറ്റവും നീളത്തിലുള്ള സസ്പെൻഡഡ് ഫുട് ബ്രിഡ്ജ്. അങ്ങനെ പറഞ്ഞാൽ കാൽനടയാത്രയ്ക്കുള്ള ഏറ്റവും നീളമുള്ള തൂക്കുപാലം. ഇവിടെ നിന്ന് അങ്ങോട്ട് ഈ റോഡ് ഒരു മല കയറി പോകാണ്. മലയുടെ മുകളിലാണല്ലോ ബ്രിഡ്ജ് ഉള്ളത്. അപ്പൊ ചുരം പോലെയുള്ള ഈ മല കയറി പോകുന്നതിന്റെ ഇടയിൽ ചില വ്യൂ പോയിന്റിൽ നിന്നാൽ നമുക്ക് ആ പാലം കാണാൻ പറ്റും. ഇത് അതുപോലെ ഒരു വ്യൂ പോയിന്റിലെ വ്യൂ ആണ്. ആ പാലത്തിന്റെ നീളം കണ്ട. വെറും കമ്പി കൊണ്ടുണ്ടാക്കി തൂക്കിയിട്ടേക്കാണ്. ഇത് കുറച്ചുകൂടി മല കയറി പോയപ്പോൾ കണ്ട വ്യൂ. ഇപ്പൊ പാലം കുറച്ചുകൂടി വ്യക്തമായി കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഇതാണ് ലാസ്റ്റ് വ്യൂ പോയിന്റ്. നമ്മുടെ നേരെ തലയ്ക്ക് മുകളിലാണ് ഇപ്പൊ പാലം കാണുന്നത്. ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ് ഇപ്പൊ അതിന്റെ മുകളിൽ കയറി നടക്കാൻ. അപ്പൊ നമുക്ക് സമയം കളയാതെ മുകളിൽ പോവാം. നമ്മൾ ഈ ബ്രിഡ്ജിന്റെ എൻട്രൻസിൽ എത്തിയിട്ടുണ്ട്. റോഡിന്റെ അപ്പുറത്ത് കാണുന്ന ആ ഗേറ്റ് ഇല്ലേ, അതാണ് ബ്രിഡ്ജിലേക്ക് പോകുന്ന വഴി. ഗേറ്റ് കടന്ന് ഉള്ളിലേക്ക് കുറച്ച് നടക്കാനുണ്ട്. ഇവിടെ നിന്നാണ് പാലം തുടങ്ങുന്നത്. വെൽക്കം ടു ഗണ്ഡകി ഗോൾഡൻ ബ്രിഡ്ജ്. കണ്ട സംഭവം നീണ്ടങ്ങ് കിടക്കണത്. എന്താലേ, വേറെയും ടൂറിസ്റ്റുകൾ ഇത് കാണാൻ വന്നിട്ടുണ്ട്. നമുക്ക് മറ്റേ അറ്റത്തേക്ക് നടന്നു നോക്കാം. ഈ ഒരു വ്യൂവിൽ ഈ പാലം ഒരു കയറ്റം പോലെ തോന്നണില്ലേ? വളഞ്ഞ് മേപ്പോട്ട് നിൽക്കുന്ന പോലെയാണ് ഇതിന്റെ വ്യൂ ഇവിടെ നിന്ന് കാണുമ്പോൾ. പക്ഷെ അങ്ങനെയല്ല. അതിന്റെ അത്രയും ഭീമമായ നീളം കാരണം ഈ വളവ് നമുക്ക് തോന്നണതാണ്. നേരത്തെ താഴെ റോഡിൽ നിന്ന് ഞാൻ കാണിച്ചു തന്നില്ലേ, അപ്പൊ അത് സ്ട്രെയിറ്റ് ആയിരുന്നല്ലോ. ശരിക്കും നല്ല സ്ട്രെയിറ്റ് ആയിട്ടാണ് പാലമുള്ളത്. സ്ട്രെയിറ്റ് ആയ ആ പാലം ഇങ്ങനെ വളഞ്ഞു കാണണമെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി അതിന്റെ നീളം. ഒരു കൊച്ചു ബിന്ദു പോലെയാണ് ഇതിന്റെ മറ്റേ അറ്റം കാണുന്നത്. 560 മീറ്ററാണ് ഇതിന്റെ ഒരറ്റം തൊട്ട് മറ്റേ അറ്റം വരെയുള്ള ദൂരം. അതായത് 1/2 കിലോമീറ്ററിന് മുകളിൽ. താഴെ നമ്മൾ കയറി വന്ന റോഡ്.
ഈ മലയുടെ സൈഡിലൂടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന റോഡാണ്. ഒരു സൈഡിൽ മല, മറ്റേ സൈഡിൽ പുഴ. ഗണ്ഡകി എന്നാണ് ഈ പുഴയുടെ പേര്. ഈ പുഴ ഹിമാലയത്തിൽ നിന്ന് തുടങ്ങി നേപ്പാളിലൂടെ ഒഴുകി ഇന്ത്യയിലേക്കും വരുന്നുണ്ട്. ഇപ്പം മഴക്കാലം അല്ലാത്തതുകൊണ്ട് ഈ പുഴയിൽ വെള്ളം കുറവാണ്. മഴക്കാലം തുടങ്ങാൻ പോകണേ ഉള്ളൂ. നല്ല വെള്ളമുള്ള സമയത്തൊന്ന് ആലോചിച്ച് നോക്കിയേ. നല്ല കാലിതുള്ളി കുത്തി ഒഴുകുന്ന പുഴയാവും താഴെ. ആ സമയത്ത് ഇങ്ങനെ മുകളിൽ ഈ പാലത്തിൽ നിൽക്കുമ്പോൾ നല്ല രസമാവും. ഞാനിങ്ങനെ വിവരിച്ചത് കൊണ്ടൊന്നും ഇവിടെ നിൽക്കുമ്പോൾ തോന്നുന്ന പേടിയുടെയും അത്ഭുതത്തിൻ്റെയും ആ ഒരു തീവ്രത മനസ്സിലാവില്ല. നിങ്ങളിത് നേരിട്ട് തന്നെ കാണണം. പേടിയേക്കാൾ ഏറെ നമുക്ക് അത്ഭുതമായിരിക്കും തോന്നുക. 130 മീറ്ററാണ് ഇതിൻ്റെ തറയിൽ നിന്നുള്ള ദൂരം. 130 മീറ്റർ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു 40 നില കെട്ടിടത്തിന് ഹൈറ്റ് വരും. അത്രയും ഉയരത്തിൽ 1/2 കിലോമീറ്റർ നീളമുള്ള കമ്പി കൊണ്ടുണ്ടാക്കിയ ഒരു തൂക്കുപാലം. എനിക്കിതൊരു അത്ഭുതം എന്നല്ലാതെ വേറെ ഒന്നും പറയാനില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 2021 വരെ ഈ പാലം ലോകത്തിലെ തന്നെ ഒരു അത്ഭുത നിർമ്മിതിയായിരുന്നു. ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും നീളമുള്ള തൂക്കുപാലമാണിത്. ഇന്ത്യയിലെ ചില നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും ഞാൻ തൂക്കുപാലങ്ങൾ കണ്ടിട്ടുണ്ട്. ആ പാലങ്ങളും നല്ല അടിപൊളി ഫീല് തരുന്നവയായിരുന്നു. പക്ഷെ പേടിയോ അത്ഭുതമോ അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. പക്ഷെ ഈ പാലം ഇത് വേറെ തന്നെ ഒരു വൈബാണ്. ഗണ്ഡകി ഗോൾഡൻ ബ്രിഡ്ജ് എന്ന് ഗൂഗിൾ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഈ പാലം കാണാം. നേപ്പാളിലെ പൊക്കാറയിൽ നിന്ന് 60 കിലോമീറ്റർ ഉണ്ട് ഇങ്ങോട്ട്. അതുകൊണ്ട് തന്നെ നേപ്പാൾ യാത്രക്കിടയിൽ അധികം ആരും ഇങ്ങോട്ട് വരാറുമില്ല. പ്രത്യേകിച്ച് ഒരു പാലം കാണാൻ വേണ്ടിയിട്ട് 60 കിലോമീറ്റർ ഒക്കെ വരുന്നെന്ന് വെച്ചാൽ കുറച്ച് ഓവറാണെന്ന് തോന്നും. അതും ഇവിടുത്തെ റോഡ് അത്ര സുഖമുള്ള സംഭവമൊന്നുമല്ല. മലമ്പാതയായതുകൊണ്ട് തന്നെ പകുതിയിലേറെ ദൂരവും നല്ല ഇടിഞ്ഞു പൊളിഞ്ഞ റോഡാണ്. പക്ഷെ അത്രയും കഷ്ടപ്പെട്ട് വന്നിട്ട് കാര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇതുപോലൊരു ഐറ്റം നിങ്ങൾക്ക് വേറെ എവിടെയും കാണാൻ പറ്റില്ല. മസ്റ്റ് വിസിറ്റ് എന്ന് തന്നെ ഞാൻ പറയും. അപ്പൊ നേപ്പാൾ വരുന്നുണ്ടെങ്കിൽ ഇതുകൂടി കാണാൻ ശ്രമിക്കുക. നേപ്പാൾ യാത്രയുടെ കംപ്ലീറ്റ് ട്രാവൽ ഗൈഡ് നമ്മൾ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നേപ്പാൾ യാത്രയുടെ ഫുൾ ഐറ്റിനറിയും ബഡ്ജറ്റ് ബ്രേക്ക് ഡൗണും നിങ്ങൾക്ക് അതിൽ കാണാം. അപ്പൊ നേപ്പാളിൽ പോകാൻ ആഗ്രഹിക്കുന്നവർ ആ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് സ്വന്തമായി നിങ്ങളുടെ ബഡ്ജറ്റിൽ നേപ്പാൾ യാത്ര പ്ലാൻ ചെയ്യാം.